സ്റ്റാർട്ടിങ്ങില്ല ഇന്ന് പേരിലൊക്കെ കരുതി ടെൻഷൻ അടിച്ച് എന്താ പറയുന്നത്? സമൂസ എടാ എപ്പഴാ? അതായത് ലൈവ് തുടങ്ങിയിട്ട് എത്ര മിനിറ്റ് സംസാരിക്കുന്നതിനെ കുറിച്ച്? അല്ലല്ല ഞാൻ അതിന്റെ പറയാ സായിപ്പ് എന്ത് തെറി പറഞ്ഞാലും ഞാൻ തിരിച്ചങ്ങനെ തെറിയൊന്നും പറയില്ല. കാരണം വെച്ചാൽ ഇവരെ എന്നെ എന്തെല്ലാം പറഞ്ഞാലും അതിലൊരു തമാശ ഒരു സ്പിരിറ്റിലെ നമ്മൾ എടുക്കും. കാരണം നമ്മൾ ഒരു ടീമിൽ നമ്മൾ കളിച്ചോണ്ടിരുന്നത്. അത് വേറെ കാര്യം. നിങ്ങൾ വിചാരിക്കുന്നതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം പറയാം. അതൊക്കെ അത് ഞാൻ പറയാം. 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറയാം. 2 ലക്ഷം രൂപ തരാ മീൻസ് തോപ്പിച്ച 2 ലക്ഷോ? എന്നിട്ട് തോപ്പിച്ചാണല്ലോ ഞാന്. എടേ സായിപ്പേ നീ തോറ്റതല്ല മറന്നാ? സംഭവം മനസ്സിലായോ? ഇതിൽ കൂടുതലൊന്നും ഇല്ല. ഒപ്പിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. കളിച്ചോണ്ട് അന്നോട്ടേ ഇന്ന് വരെ കളിച്ചോണ്ടിരിക്കുന്നതായിരുന്നെങ്കിൽ ഓക്കെ, മേ ബി വല്ലതും നടന്നേന്. മനസ്സിലായോ? ഇത് ഇടയ്ക്ക് കളിക്കും, ഇടയ്ക്ക് ഡിസ്കോഡ് നമ്മൾ അടിച്ചു പറ്റും. സൗണ്ട് കട്ടാടാ. ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചേ, സൗണ്ട് ശരിയാക്കിയ. എങ്ങനെ എന്താ ചെയ്യേണ്ടത്? എന്നാ മൈക്ക് മാറ്റി, വേറെ മൈക്കാ. ഒറ്റ മിനിറ്റ് സൗണ്ട് ബ്രേക്ക് ആവുന്നു. ഇതെന്താ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ഹലോ ഹലോ ചെക്ക് ഹലോ കമോൺ എവരിബഡി ലൈവ് കാണാനാ. ഹലോ അതെ ഒന്ന് സൗണ്ട് കൂട്ടട്ടാ. ഹലോ DB സെറ്റ് DB. ഹലോ അല്ല കുറച്ചും കൂടി. ഹലോ സൗണ്ട് ഭയങ്കര കൂടുതലാണ് പറയണേ. കറക്റ്റ് ലെവലിൽ എത്തുമ്പോൾ പറയണേ. ഹലോ ഇത് കറക്റ്റാന്ന് തോന്നുന്നു. ഹലോ സൗണ്ട് ഓക്കെ ആണേ പറ. റെഡിയല്ലേ? ആ അപ്പം ഈ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് ഫൈനൽ. തൊപ്പി ആരെയാണ് വോട്ട് ചെയ്യുന്നതാ? ഇത് സമയം കിട്ടിയില്ലല്ലോ. ഇത് അല്ല എന്തായാലും നാളെ ബിഗ് ബോസ് ഇരുന്ന് കാണിപ്പിക്കണം. അവർക്ക് ആരാ വോട്ട് ചെയ്യേണ്ടത്, ആരെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. നാളെ എന്തായാലും ഞാൻ ബിഗ് ബോസ് കാണും. എന്നിട്ട് നാളെ ഞാൻ രാത്രി ആരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെ വോട്ട് ചെയ്യുന്നത് ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ? ഇടക്ക് കട്ടാവുന്നോ? ശരിയായില്ല. ഓക്കെ ഇല്ല, മൈക്ക് മാറ്റി. സെയിമാ? സീരിയസ്ലി? എന്താ മൈക്ക് മാറ്റിട്ട് അങ്ങനെ? അപ്പൊ മൈക്കിന്റെ അല്ലേ? കേബിളിന്റെ? വേറെ കേബിളോ? ഒരു ടൈപ്പ് സി കേബിള്. നല്ല കേബിള്. നല്ല അയ്യോ ചെക്ക്. എടാ ഇനി ഒന്ന് നോക്കിയാ. ഹലോ അങ്ങനെ കൂടുതലാന്ന് തോന്നുന്നു.
ഹലോ നീ ഒന്ന് റിഫ്രഷ് ഹലോ. എടുത്തു നോക്കുമോനെ. ഹലോ ഹലോ ഇപ്പൊ നോക്കിയോ? ഓക്കെ ആ ഓക്കെ. ഇപ്പൊ ഓക്കെയാ? ആ റെഡി. ആ കേബിളിൻ്റെ അല്ല, ആ കേബിൾ എടുത്ത് കളഞ്ഞേ. ആ കേബിൾ എടുത്ത് കള. അത് പിന്നെയും ഞാൻ എടുത്ത് കുത്തു അറിയാണ്ട് എടുത്ത് കളാം. ഇതാന്ന് തോന്നുന്നു. ഇതല്ലേ ഇത് എടുത്ത് ഇടങ്ങ് കളഞ്ഞു. എനിവേസ് അപ്പൊ ഡിസ്കോഡ് റിയാക്ട് ചെയ്യുന്നവൻ എന്നെ എങ്ങനെ തോപ്പിക്കുന്നതാണ് സായിപ്പ് ചോദിക്കുന്നത്. അപ്പൊ ഡിസ്കോഡ് റിയാക്ട് ചെയ്യുന്ന അദ്ദേഹം ഞാൻ തന്നെയല്ലേ കഴിഞ്ഞ കൊല്ലം തന്നെ തോപ്പിച്ചത്? ആണോ? ശരിയാണ്. ഞാൻ കൊല്ലത്തിലൊരിക്കൽ വരും, ശരിയാണ്. പക്ഷെ കൊല്ലത്തിലൊരിക്കൽ വരും, നിന്നെ തോപ്പിച്ചിട്ട് പോകും അല്ലേ? അതല്ലേ നടക്കുന്നത്. കൊല്ലത്തിലൊരിക്കൽ അതിന് നിന്നെ തോപ്പിച്ചിട്ട് പോകുന്നില്ലേ സായിപ്പ? അതല്ലേ പവറ്. ഇത് ഡെയിലി എല്ലാ ദിവസവും ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരു റിയാക്ഷനോ ഒരു വേറെന്തെങ്കിലും ഒരു സംഭവമോ വേറൊരു പരിപാടിയോ ഒന്നും ചെയ്യാണ്ട് ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന് ഒരു വർഷത്തിലൊരിക്കൽ മാത്രം ഞാൻ വന്നിട്ട് ഒരു കളി കളിച്ചിട്ട് തോപ്പിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അതല്ലടാ പവറ്. പവറ്. സൗണ്ട് പിന്നെയും പോയാ? എടാ ഓഡിയോ ബിറ്റ് റേറ്റ് ഈസ് ഒരു മിനിറ്റ്. ഈ സൗണ്ട് the audio streams currently lower than recommend that you use an audio stream rate of 128 kb per second. ഒരു മിനിറ്റ്. 128 kb per second ആകട്ടെ. പ്ലേ. ഓക്കെ. സ്ട്രീം ഔട്ട്പുട്ട് 7500 ഇടാം. അല്ല വീഡിയോ ബിറ്റ് റേറ്റ് നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ലോട്ടെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട്. ഇനി പോലെ ഞാൻ ബിറ്റ് റേറ്റും കുറച്ച് വീഡിയോ ബിറ്റ് റേറ്റും കുറച്ചിട്ടുണ്ട്, എല്ലാം കുറച്ച്. ഓക്കെ. എനിവേസ് ഹാരി ടിഡിയമേസ് ബാക്കോ? അതാ ഹാരി തിരിച്ചു വന്നാ? ഹാരി ഒരു കണ്ടന്റാലോ. ഓ നിങ്ങൾക്ക് പഴയ ഇവർക്കൊന്നും അറിയില്ല കേട്ടോ, പഴയ പ്ലേയേഴ്സിന് മാത്രമേ അറിയും കേട്ടോ. കാര്യം പറയാല. ഹാരി ടിഡിയമിന് ഓർമ്മ നിങ്ങൾക്ക്? ഹാരി ടിഡിയമിന് ഹാരിനെ സായിപ്പ് പൊട്ടിച്ചിട്ടുണ്ടോ? ഹാരിനെ സായിപ്പ് തോപ്പിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ ചാറ്റ്? ഞാൻ മറന്നുപോയി. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നമ്മള് ഗെയിമറാണ്, പ്രോപ്പർ ഗെയിമർ. നടക്കത്തില്ല നമുക്ക്. നമ്മുടെ മുന്നിൽ അന്ന് അവൻ എന്നെ നെറ്റില്ലാത്ത വൈഫൈ തന്നിട്ട് എന്നെ തോപ്പിച്ചു. എന്തൊരു എക്സ്ക്യൂസ് ആണ് ഇത്. ശരിക്കും അല്ലേ? ഇത് റാംബോനെ ഞാൻ പെസ്റ്റിൽ തോപ്പിക്കുമ്പോ റാംബോ പറയുന്നതാണ്. ഇത് റാംബോനെ തോപ്പിക്കുമ്പോ റാംബോ പറയുന്ന റീസൺ ആണത്. ഇതെന്തൊരു അന്ധവിശ്വാസമല്ലേ ഞാൻ പറയുന്നത്. അതായത് ഞാൻ അന്ന് സായിപ്പ് ഞാനും വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കളിക്കുന്നു. ഒരേ വൈഫൈയിൽ രണ്ടാളും കണക്ട് ചെയ്യുന്നു, രണ്ടാളും ഒരേ ഇതിൽ കളിക്കുന്നു. എന്നിട്ട് ഓനിക്ക് മാത്രം നെറ്റില്ലാത്ത വൈഫൈ. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ അതിലെന്താ ആയോ? അല്ല അതിന്റെ ബാക്കി എന്തോട് പറയുന്നുണ്ടായിരുന്നു. ബാക്കി എന്തോണ്ടായിരുന്നു? എന്തായിരുന്നു ബാക്കി എന്തായിരുന്നു പറയാൻ നോക്കണേ. അവനെ തുടത്തില്ല ഉള്ളതുപോലെ ചലഞ്ചിങ്. challenging noobs. To be is a noob.